ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്ന, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്ന എനർജിയാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമയമായിരിക്കുന്നു. ഇതുവരെ നിങ്ങളുടെ മനസ്സ് കുഴങ്ങിയിരുന്നു. ചിലപ്പോൾ ഏത് കാര്യത്തിലേക്ക് മുന്നോട്ട് ഇറങ്ങണം എന്നൊക്കെ അറിഞ്ഞുകൂടാത്ത ഒരു സമയമാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇൻസൈറ്റ് വർദ്ധിക്കുന്നു. കൂടുതലായിട്ടും ഇൻഡ്യൂട്ടീവ് ആകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് വരുന്ന എനർജിയാണ്. ആത്മീയതയിലേക്ക് നിങ്ങൾ കടക്കുന്നുണ്ടാവാം. നിങ്ങളിപ്പോൾ ഒരു ആത്മീയതയുടെ പാതയിലാവാം. ഒരു പരിവർത്തനത്തിന്റെ പാതയിലൂടെയുമാണ് നിങ്ങളിന്ന് കാണുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ജീവിതത്തിലെ കാര്യങ്ങളെ അപേക്ഷിച്ച്, മോശം കാര്യങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് വളരെ നല്ല എനർജിയിലേക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു. എന്ത് വേണ്ട, എന്ത് വേണം എന്ന് തീരുമാനിക്കാൻ മനസ്സിലായി. ഇവിടെ പ്രതികരിക്കണം, ഇവിടെ പ്രതികരിക്കണ്ട എന്ന് മനസ്സിലാകുന്ന എനർജി ഉണ്ടല്ലോ. എവിടെ നോ പറയണം, എവിടെ യെസ് പറയണം എന്നൊക്കെ മനസ്സിലാകുന്ന ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതുവഴി ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തെ കൊണ്ടുവരുന്നത്. ഈ ഒരു എനർജിയാണ്. ഇവിടെ 2 ഓഫ് സോഡിന്റെ എനർജിയാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ കുഴങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ. കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നത്. 2 ഓഫ് സോഡിന്റെ എനർജി. എന്ത് വേണം, റിയാലിറ്റിയിലേക്ക് വരാൻ കഴിയുന്നില്ല. കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുകയാണ്, ഇല്യൂഷനിൽ പെട്ടിരിക്കുന്നു, യാഥാർത്ഥ്യം അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇവിടെ ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നത്. ഈ ഒരു എനർജിയിൽ നിന്ന് മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഒരു പ്രശ്നമുണ്ട്, അതിനെ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് മൈൻഡ്. അപ്പൊ ഇത്തരത്തിലുള്ള എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു നല്ല എനർജിയിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ ഒരു എനർജിയിലാവാം, 2 ഓഫ് സോഡിന്റെ എനർജിയിലാവാം. ഇവിടെ 10 ഓഫ് സോഡ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. സോഡിന്റെ എനർജിയാണ് കൂടുതൽ. 10 ഓഫ് സോഡ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. കണ്ടില്ലേ, ചക്രസൊക്കെ ബ്ലോക്ക് ആയിരിക്കുന്നു. ചീറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ചീറ്റിംഗ് ആവാം, ചിലപ്പോൾ ഏതെങ്കിലും ജോലി സ്ഥലത്ത് വെച്ചുണ്ടായ ചീറ്റിംഗ് ആവാം, അല്ലെങ്കിൽ ജോലി കാര്യങ്ങളിലുള്ള ചീറ്റിംഗ് ആവാം. ആരെങ്കിലും ചിലപ്പോൾ ജോലി തരാമെന്ന് പറഞ്ഞ് സാമ്പത്തികം വാങ്ങിച്ചിട്ടുണ്ടാവാം നിങ്ങളോട്. അവിടെ നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കാം. ഇനി അതുമല്ല എങ്കിൽ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ വാഹന പ്രശ്നമുണ്ടാകാം, വീടിന്റെ പ്രശ്നത്തിൽ എന്തൊക്കെയോ പല കാര്യങ്ങളിൽ നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് വിഷമം അനുഭവിക്കുന്നു, സങ്കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ 10 ഓഫ് സോഡ് അല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും. മറ്റുള്ളവർ വിചാരിക്കുമോ അവരങ്ങനെ തന്നെ കിടന്നോളുമല്ലോ എന്ന്. ഈ സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് അവർ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് മറ്റുള്ളവർ കൈയടിച്ച് ചിരിക്കും. പക്ഷെ നിങ്ങൾ പഴയതിനേക്കാളും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയമാണ്. അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ വളരെയധികം പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരുന്ന ഒരു സമയമാണിത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നിങ്ങൾക്കിത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. ഇതിനായിട്ട് നിങ്ങൾക്ക് ഡിവൈൻ ഒരു ലെസൺ തന്നതാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ കളങ്കമില്ലായിരുന്നു. വളരെയധികം ഡീപ്പായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് തന്നില്ല എങ്കിൽ, ഒരു പ്രശ്നം നിങ്ങൾക്ക് തന്നില്ല എങ്കിൽ, ഒരു ഡീപ്പ് വൂണ്ട് തന്നില്ല എങ്കിൽ നിങ്ങൾ അതിനെ മനസ്സിലാക്കുകയില്ല.
വീണ്ടും വീണ്ടും നിങ്ങൾ ചതിക്കുഴികളിൽ അകപ്പെടും. അതുകൊണ്ടാണ് ഏറ്റവും വലിയൊരു പരാജയം ഇവിടെ തന്നത്. ഈ ഒരു പരാജയത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ ആവർത്തിക്കുകയില്ലായിരിക്കും. ഇനി നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് വരേണ്ടത് എന്ന് പഠിച്ചു കഴിഞ്ഞു. അതാണ് ഇവിടെ ഈ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇൻസൈറ്റ് വർദ്ധിച്ച് ഒരു നല്ലൊരു മാറ്റത്തിലൂടെ, പരിവർത്തനത്തിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കും ഇവിടെ. അല്ലാതെ ഈ ഒരു കിടപ്പ് എന്നും കിടക്കുകയില്ല. എന്നും നിങ്ങളുടെ ശത്രുക്കൾ കൈയടിച്ച് ചിരിക്കില്ല. അവരുടെ മുൻപിൽ നിങ്ങൾ അവരെക്കാളും ശക്തരായിട്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എന്തൊക്കെ വാക്കുകൾ കൊണ്ട് നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവാം. ഒരു വാക്കിന് അപാരമായ ശക്തിയുണ്ട്. നമ്മുടെ വാക്കുകൾക്ക് അപാരമായ ശക്തിയുണ്ട്. വാക്കുകളെ വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തളർന്നിരുന്ന ഒരു വ്യക്തിയെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനും, അല്ലെങ്കിൽ ഉയർച്ചയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ തളർച്ചയിലേക്ക് കൊണ്ടുവരാനും വാക്കുകൾക്ക് അപാരമായ കഴിവുണ്ട്. മനസ്സിലായോ? നമ്മളൊന്ന് വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ കണ്ടെത്താൻ സാധിക്കും. വാക്കുകളെ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കുക. എല്ലായ്പ്പോഴും മധുരമുള്ള ശബ്ദങ്ങളെ ഉപയോഗിക്കുക, മധുരമുള്ള വാക്കുകളെ പ്രയോഗിക്കുക. കിട്ടാത്ത ഒന്നിനെ ഓർത്തിട്ട് വിഷമിച്ചിരിക്കുന്നതിലും നല്ലത് കിട്ടിയ ചില കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന നമ്മുടെ കൈയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളെ ഓർത്തിട്ട് സന്തോഷിക്കാനുണ്ടാവുമല്ലോ, അതിനെ ഓർത്തിട്ട് സന്തോഷിക്കുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായി? മറ്റുള്ളവർ നമ്മളെ ചീറ്റ് ചെയ്തിട്ടുണ്ടോ, അത് മനസ്സിലാക്കി മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യ കാര്യമാണ്. വീണ്ടും വീണ്ടും വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു യുദ്ധത്തിന് പോകാനും പാടില്ല. ഇവിടെ ഏസ് ഓഫ് വാൻസിന്റെ എനർജി, നിങ്ങൾക്കൊരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ വരുന്നുണ്ട്. പുതിയ ചില ബിസിനസ് കാര്യങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അതിനൊക്കെ തയ്യാറെടുത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ വളരെയധികം ആവേശമുണ്ട് നിങ്ങൾക്ക്. ഈ ഒരു കാര്യം വിജയിച്ച് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ സക്സസ്സിലേക്ക് പോകണം എന്ന് നിങ്ങൾ അത്യധികമായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപാട് ആഗ്രഹങ്ങളുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം വീട് കണ്ടില്ലേ, ഇവിടെ വീട്, ധനം, മറ്റു പല കാര്യങ്ങളെയും നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകണം, അതിനൊരു തുടക്കം കുറിക്കണം പല കാര്യങ്ങൾക്കും. അങ്ങനെ എന്തോ ഒന്ന് തുടക്കം കുറിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തോ ചില ബിസിനസ് കാര്യങ്ങൾ തുടങ്ങാനാവാം, ചെറിയ ചെറിയ ചില ബിസിനസ് കാര്യങ്ങളാവാം, അല്ലെങ്കിൽ പുതിയ ഷോപ്പുകൾ തുടങ്ങാനാവാം, എന്തെങ്കിലും കാര്യത്തിൽ വീട് പണിയാവാം, അല്ലെങ്കിൽ ചില കുടുംബക്ഷേത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാവാം. ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളിലാവാം. എന്തിനെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഒരു തുടക്കം കുറിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ധാരാളമായിട്ട് മണി ഏൺ ചെയ്യേണ്ട ചില കാര്യങ്ങളിലാവാം, ചിലപ്പോൾ ചാനൽ തുടങ്ങുന്ന കാര്യത്തിലാവാം. മനസ്സിലാവും? ഓൺലൈൻ വഴി എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങുന്ന കാര്യത്തിലും ആവാം. എന്തായാലും നിങ്ങളിവിടെ ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഐശ്വര്യത്തെ കൊണ്ടുതരുന്നതാണ്, ദൈവാനുഗ്രഹം ഉള്ളതുമാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ കണ്ടില്ല, 4 ഓഫ് കപ്സ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നും കിട്ടുന്നില്ല. മനസ്സിലായി? കിട്ടിയ ചെറിയ ചെറിയ കാര്യങ്ങളെ ഓർത്ത് സന്തോഷിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ സന്തോഷിക്കുന്നില്ല. കാര്യങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ, സന്തോഷിക്കാൻ കഴിയുന്നില്ല. കണ്ടോ, ഇവിടെ സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഇവിടെ വിഷമിച്ച് മാറിയിരിക്കുകയാണ്. ഇവിടെ 3 കപ്പുകൾ ഉണ്ട്. പക്ഷെ ഇത് വേണ്ട, ഇനി മറ്റൊന്നാണ് വേണ്ടത്. അങ്ങനെ കുറെ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഡിവൈൻ തന്നെ ഒരു ഗിഫ്റ്റ് തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? പക്ഷെ അതും ശ്രദ്ധിക്കാതെ ഇരിക്കരുത്. വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലേക്കും ഇറങ്ങി പുറപ്പെടാൻ. മനസ്സിലായി? ഒരു കാര്യത്തിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലാണ് വിജയം വേണ്ടത്. അല്ലാതെ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ എന്താണ്, അവിടെ അതൊന്നും നടക്കാതെ പോകും. മനസ്സിലായി? നിങ്ങൾക്കിപ്പോൾ ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ? പ്രധാനപ്പെട്ട ഒന്നിനെ മാത്രം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആക്കുക. അവിടെ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വരുത്തുക. അല്ലാതെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവിടെ നിങ്ങളുടെ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകും. ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഒരു ആഗ്രഹത്തിൽ ആദ്യം
കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിനെ നേടിയെടുക്കുക, എന്നിട്ട് മറ്റൊന്ന് സാധിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് വേണ്ടത്. ഇവിടെ ശ്രദ്ധയില്ലാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. വരുന്ന സൗഭാഗ്യങ്ങളെ കാണാൻ കഴിയുന്നില്ല, ശ്രദ്ധയില്ലായ്മ നിമിത്തം എന്ന് കാണുന്നു. ഇവിടെ കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ്. കിങ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ശാന്തനായിരിക്കുകയാണ്, ബുദ്ധി പ്രയോഗിച്ച് ഒരുപാട് കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങാൻ തയ്യാറാണ്, ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു, ശാന്തനായിരിക്കുന്നു. കണ്ടില്ലേ? ഈ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചിരിക്കുന്നു. ശാന്തമായിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയൊരു ശക്തിയാണ്. ഏറ്റവും വലിയൊരു ശക്തിയുള്ളത് ആർക്കാണ്? രാജാവിനാണ്. രാജാവിന്റെ മൈൻഡ് എപ്പോഴും ശാന്തമാണ്, അവിടെ കലുഷിതമല്ല. രാജാവ് ദേഷ്യപ്പെട്ട് പ്രജകളോട് സംസാരിക്കാറില്ല, പ്രജകളുടെ ആവശ്യത്തെ നിർവഹിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? നിങ്ങളായാലും അതുപോലെ ദേഷ്യപ്പെട്ട് വായിൽ വരുന്ന അനാവശ്യങ്ങളൊക്കെ വിളിച്ചു പറയും പലരും. അങ്ങനെ പാടില്ല. അങ്ങനെ ആരോടും ആക്രോശിച്ച് സംസാരിക്കുവാനും പാടില്ല. മനസ്സിലായി? നിങ്ങളുടെ മൈൻഡ് എപ്പോഴെങ്കിലും അങ്ങനെ ഡിസ്റ്റർബ് ആവുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അവിടെ നിങ്ങൾക്ക് ക്ഷമ കൊണ്ടുവരാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു എനർജി നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നു. നിങ്ങളിൽ പലരുടെയും ആരുടെയെങ്കിലും ഒക്കെ എനർജിയാണ് ഇത്. ഒരു കിങ്ങിന്റെ ഹൈ എനർജിയിലുള്ള ഒരു വ്യക്തി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള എനർജിയിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. കിങ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. മുന്നോട്ട് വരാൻ സാധിക്കുന്നു, ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഇവിടെ ഹൈ എനർജിയുള്ള വ്യക്തിയുടെ എനർജിയാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും, നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിലൊക്കെ ഒരു സക്സസ് നേടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. കാരണം നിങ്ങളുടെ സ്വഭാവ സവിശേഷത കൊണ്ട് ഇപ്പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സൈലൻസിലിരിക്കാൻ സാധിക്കുന്നു. സൈലൻസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ശക്തിയാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു എനർജിയെ നിങ്ങൾക്ക് ഇവിടെ സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം കിങ് അല്ലേ, വളരെയധികം കോൺഫിഡന്റ് ആണ് നിങ്ങൾ. എല്ലാ കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് പാലിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ മുൻപന്തിയിൽ നിൽക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഏത് കാര്യത്തിലും, ബിസിനസ് കാര്യങ്ങളിലാണോ, അല്ലാതെ എവിടെയെങ്കിലും ഒരു ജോലി കാര്യങ്ങളിലാണോ, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലാണോ, അവിടെയൊക്കെ നിങ്ങൾക്കൊരു അതോറിറ്റി പവറിലേക്ക് വരാൻ കഴിയുന്നു. നിങ്ങളുടെ അതോറിറ്റി നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കാനും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു സക്സസ് നേടിയെടുക്കാനും നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സാമ്പത്തികമാണ്. പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ആർക്കെങ്കിലും ഒക്കെയോ ജോലി ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ. ആരെങ്കിലും ആഗ്രഹിച്ച വിധത്തിലുള്ള ജോലി ലഭിക്കാം. സാമ്പത്തികത്തെ സ്വപ്നം കണ്ട് നല്ലൊരു ജോലിയെ സ്വപ്നം കണ്ടിരിക്കുന്നവർക്ക്, അതിനായിട്ട് എഫേർട്ട് എടുത്ത് കഴിയുന്നവർക്ക് എഫേർട്ട് എടുക്കണം, അല്ലാതെ ഒന്നും നടക്കില്ല. എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, അതിലേക്ക് ഫോക്കസ് ചെയ്ത് അതിലേക്ക് എഫേർട്ട് എടുക്കണം. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കയ്യിൽ ഒതുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം ജോബ് ലഭിക്കാവുന്നതാണ്, സാമ്പത്തികം ലഭിക്കാവുന്നതാണ്, സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കണ്ടില്ലേ, സ്റ്റാർ ആണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ചക്രാസ് ഒക്കെ ആക്റ്റീവ് ആകുന്ന എനർജിയാണ്. ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഹീലിംഗ് എഫക്റ്റ് ലഭിക്കുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് പഴയ അസുഖങ്ങളിൽ നിന്ന് നിങ്ങൾ ഹീലാവുന്നുണ്ട്. അതുമല്ല എങ്കിൽ മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ചക്രാസിന്റെ ഹീലിംഗ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഹെൽത്തിലും വെൽത്തിലും മുന്നോട്ട് വരാൻ സാധിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഒരു താരമായിട്ട് തിളങ്ങാൻ സാധിക്കുന്നു. നിങ്ങളെ കണ്ടാൽ ആരും ഒന്ന് ശ്രദ്ധിക്കും. ഒരു മയിലിനെ കണ്ടു കഴിഞ്ഞാൽ ആരാണ് നോക്കാത്തത്, അല്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ അത്രമാത്രം ആകർഷണമുള്ള ഒരു വ്യക്തിയാണെന്ന് കാണുന്നുണ്ട്. അട്രാക്റ്റീവാണ്, വളരെയധികം അട്രാക്റ്റീവായ ഒരു വ്യക്തിയാണ്. അതുപോലെ നിങ്ങളുടെ കഴിവിൽ ആണെങ്കിലും, നിങ്ങളുടെ കഴിവിന് അനുസരിച്ചാണെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു, ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഈ ഒരു സമയത്ത് സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും നിങ്ങൾ വളരെയധികം ഉയർച്ചയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാക്കി എടുക്കാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട്. നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് ഒന്ന് നോക്കാവേ. ഇവിടെ ഫൊർഗീവ്നെസ് ആണ് പറഞ്ഞിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഫൊർഗീവ്നെസ് ആണ്. നിങ്ങൾ ഫൊർഗീവ് ചെയ്യാൻ പഠിക്കൂ, മാപ്പപേക്ഷ പറയൂ, ഗ്രാറ്റിറ്റ്യൂഡ് പറയൂ. കാരണം നിങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന കർമ്മ, അതിൻ്റെയൊക്കെ ഫലമാണ് നിങ്ങൾക്ക് ഈ ജന്മത്ത് അനുഭവിക്കുന്ന വിഷമങ്ങളുടെ കാരണം. അതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫൊർഗീവ്നെസ് പറഞ്ഞേ മതിയാവൂ. ഐ ആം സോറി, പ്ലീസ് ഫൊർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് യൂണിവേഴ്സിനോട് എല്ലായ്പ്പോഴും പറയേണ്ടത് അത്യാവശ്യ കാര്യമാണ്. മനസ്സിലായോ? പാസ്റ്റ് ലൈഫിൽ നമ്മൾ ചെയ്തിട്ടുള്ള പല നല്ല കാര്യങ്ങൾ, നല്ലതായാലും മോശമായാലും എന്തിൻ്റെയൊക്കെയോ ഫലമാണ് നമ്മൾ ഈ ജന്മത്ത് അനുഭവിക്കുന്ന കാര്യങ്ങൾ. മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെയാണ് നമുക്കിപ്പോൾ തിരിച്ചു കിട്ടുന്നത്. എന്തനുഭവിക്കുന്നു അത് നമ്മൾ കൊടുത്തു വെച്ചിട്ടുള്ളതാണ്. നിങ്ങളത് കൊടുത്തു വെച്ചിട്ടുള്ളതായതുകൊണ്ടാണ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ ഫൊർഗീവ്നെസ് പറയേണ്ടത് അത്യാവശ്യ കാര്യമാണ് എന്ന് കാണുന്നുണ്ട്. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് അങ്ങനെ നിങ്ങൾ ഫൊർഗീവ്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിവൈനോട് നിങ്ങൾ മാപ്പപേക്ഷ നടത്തി കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് ഫ്യൂ വീക്സിനകം നിങ്ങൾക്ക് ഒരുപാട് മനഃശാന്തി ലഭിക്കും, ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കും, ഐശ്വര്യം വർദ്ധിച്ചു വരും, ആഗ്രഹിക്കുന്ന വ്യക്തികളെ കാണാൻ സാധിക്കുന്നു, അവരുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. എന്തൊക്കെ സന്തോഷങ്ങൾ അനുഭവിക്കാമോ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. മനസമാധാനം, ശാന്തി, ഐശ്വര്യം ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട് കുറച്ച് ആഴ്ചകൾക്കകം. അതുകൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ ഫൊർഗീവ്നെസ് പറഞ്ഞ് ശീലിക്കൂ എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. ഏഞ്ചൽസിന് വളരെ പെട്ടെന്ന് ഡിവൈനുമായിട്ട് കണക്റ്റ് ആവാൻ സാധിക്കും. കാരണം അവരുടെ പ്യുവർ സോളാണ്. അതുകൊണ്ട് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ്. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കൂ എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കറിയാവുന്ന ഏഞ്ചൽസിനെ അങ്ങ് വിളിക്കുക, ചോദിക്കുക. അവിടെ ഒരു സമാധാനം കിട്ടും, അതിനുള്ള ഉത്തരവും കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ there is something better, ഇത് വളരെ ബെറ്ററായിട്ട് എന്തോ ഒന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഇതുവരെ ഉള്ളതിലും ബെറ്ററായിട്ട് എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഫൊർഗീവ്നെസ് പറയുക അത്യാവശ്യ കാര്യമാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.